തിരികെത്തുന്നു. കേരളാവിഷൻ ന്യൂസിന്റെ പ്രഭാത ഓണ പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയാസെ, ഞാൻ വരികയാണ്. റിയാസ്, ഇനിയും വർത്തമാനമൊന്നുമില്ല, വാക്കും വർത്തമാനമൊന്നുമില്ല, നേരെ പാട്ടിലേക്ക്. തീർച്ചയായും ഇനിയിപ്പോൾ കീഴടങ്ങാതെ പറ്റില്ലല്ലോ. ഞാൻ കാളിദാസനെ കൊണ്ട് കിട്ടിയൊരു പണി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷെ കാളിദാസൻ നന്നായി പാടി, നല്ല പ്രതിഭയാണ്, ഒക്കെയാണ്. ഫിജിയും നന്നായി പാടി. നിങ്ങളൊക്കെ പാടിയ ആ നല്ല പാട്ടിനിടയിലേ ഇനിയിപ്പം ഞാനായിട്ട് അത്ര ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. അതെ, സംഗീതം പഠിച്ചിട്ടില്ല, കവിത ചൊല്ലാറില്ല. ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുവാണ്. എന്നാലും നോക്കാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല. അതുതന്നെയാണ് മാവേലി നാടുവാണിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടുള്ള വരികളാണ് നമ്മൾ മലയാളികൾ കാലങ്ങളായി ഏറ്റുചൊല്ലുന്ന ഒരു ഗാനം എന്ന്, അല്ലെങ്കിൽ ഒരു വരികൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. മാവേലി നാടുവാണിരുന്ന ആ ഒരു കാലം എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ്. അന്ന് ആപത്തൊന്നും ഉണ്ടായിരുന്നില്ല, ആദികളോ വ്യാധികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഐശ്വര്യത്തിൻ്റെ മഹത്തായ ഒരു സങ്കല്പം, ഐതിഹ്യമാണ് മഹാബലി തമ്പുരാൻ്റേത് എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ഈ ഒരു കാലത്തെ, ഈ ഒരു ഓണ ദിനത്തെ അയവിറക്കുന്നത് അതിന്റെ ഓർമ്മകളുള്ള ഒരു വരികളാണ് ഇത്. എന്തായാലും പാട്ട് പാടിയിട്ട് പാട്ട് വിന്യാസം കൂടെ നടത്തുകയാണ്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. എബിയെ ഞാൻ വഴക്ക് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എബി പാട്ട് കവിതയായിട്ട് തിരിച്ചെത്തണം എന്ന് പറഞ്ഞിട്ട്. എബി, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? എബി തോറ്റുപോകരുത്. തുടങ്ങ്.